ഹായ്. ഇപ്പോൾ SCRT വീഡിയോ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടെൻത്ത് സ്റ്റാൻഡേർഡിലെ എക്കണോമിക്സിൻ്റെ ഒരു സോഷ്യൽ സ്റ്റഡീസിലെ എക്കണോമിക്സ് പോർഷനിലുള്ള ഒരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ എന്നുള്ളതാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ പേര്. പൊതു ചിലവും പൊതു വരുമാനവും. എന്താണ് പൊതു ചിലവ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലേ? പൊതു ചിലവെന്ന് പറയുന്നത് ഗവൺമെന്റിനാകുന്ന ചിലവ്, അതിനെയാണ് നമ്മൾ പൊതു ചിലവ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതു വരുമാനം, അതാണ് പബ്ലിക് റവന്യൂ, അതാണ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്, പൊതു വരുമാനം. അപ്പൊ ഇത് പൊതു ചിലവെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ചിലവുകൾ ഗവൺമെന്റിന് ആവാറുണ്ട് അല്ലെ? ചിലവുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് ഈ പറയുന്ന പോലെ ഡെവലപ്മെന്റിന് വേണ്ടി, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി റോഡുകൾ, ബിൽഡിംഗ്, റെയിൽവേ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി, ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, പ്രതിരോധത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ചിലവാകാറുണ്ട്, സാലറി, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുക, ഇത്തരത്തിലുള്ള ഒരുപാട് ചിലവുകൾ ഗവൺമെന്റിന് വരാറുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് റവന്യൂ, പൊതു വരുമാനം എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന് നികുതി വരുമാനം കിട്ടാറുണ്ട്, പെനാലിറ്റി, ഫൈന്, യൂസർ ഫീ, പ്രോഫിറ്റുകൾ തുടങ്ങി ഒരുപാട് വരുമാനം കിട്ടാറുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും ഡീൽ ചെയ്യാം. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബജറ്റിനകത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ, ഇതിനകത്ത് പബ്ലിക് എക്സ്പെൻഡിച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ പൊതു ചിലവിനെ പറ്റി പറയുന്നുണ്ട്. അതായത് 2010-11 മുതൽ 2016-17 വരെയുള്ള ഗവൺമെന്റിന്റെ പൊതു ചിലവിനെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് എന്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും? എല്ലാ വർഷവും കൃത്യമായിട്ട് ഗവൺമെന്റിന് ഉണ്ടാകുന്ന പൊതു ചിലവ് വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പൊതു വരുമാനത്തിലും വർധനവുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ, പൊതു ചിലവെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ചിലവാക്കുന്ന കാശിനെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പബ്ലിക് എക്സ്പെൻഡിച്ചർ നമുക്ക് എന്ത് ചെയ്യാം? ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്നും നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്നും എന്ത് ചെയ്യാം? കാറ്റഗറൈസ് ചെയ്യാം, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡെവലപ്മെന്റൽ, വികസനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ചിലവുകളും, നോൺ ഡെവലപ്മെന്റ്, വികസനത്തിനല്ലാതെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ചിലവുകളും, ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ വികസനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ചിലവുകൾ, വികസനത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ കൃത്യമായിട്ട് ഒരു അസറ്റ് ക്രിയേഷൻ നടക്കുന്നു, അതായത് ഒരു ആസ്തി വികസനം നടക്കുന്നു, റോഡ് നിർമ്മാണം, ബ്രിഡ്ജ് നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു, ഹാർബർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എന്തെന്ന് പറയാം നമുക്ക് ഡെവലപ്മെന്റ്, വികസനം, ജനങ്ങളുടെ വികസനം, രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതാണ് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. ഇവിടെ പറയുന്ന പോലെ ബ്രിഡ്ജ്, ഹാർബർ, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്, ഇതെല്ലാം തന്നെ പുതിയ സ്ഥാപനങ്ങൾ സെറ്റപ്പ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതെല്ലാം തന്നെ വികസനത്തിന് വേണ്ടി ഗവൺമെന്റ് മാറ്റിവെക്കുന്ന ഫണ്ടാണ്. അപ്പോൾ വികസനത്തിന് വേണ്ടി ചിലവാക്കുന്ന കാശ്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഇൻകോർഡ് ഫോർ വാർ, ഇൻട്രസ്റ്റ്, പെൻഷൻ, യുദ്ധത്തിന് വേണ്ടി, പലിശ അടവുകൾക്ക് വേണ്ടി, പെൻഷൻ കൊടുക്കാൻ, ഇതെല്ലാം തന്നെ നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ. അങ്ങനെ അത്തരത്തിൽ കാശ് മുടക്കുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് വികസനം എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടാകുന്നില്ല. അപ്പോൾ രണ്ട് തരത്തിലുള്ള ചെലവുകൾ ഗവൺമെന്റ് പ്രധാനമായിട്ടും, അതിപ്പോൾ കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരുകളാണെങ്കിലും തന്നെ ഈ പൊതു ചിലവുകളെ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വികസനത്തിന് വേണ്ടി ചിലവാക്കുന്നത്, നോൺ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ആ മുടക്കുന്ന കാശ് അവിടെ ഒരു പ്രത്യേക അസറ്റോ ആസ്തി നിർമ്മാണമോ പ്രത്യേകിച്ച് എന്തെങ്കിലും വികസനത്തിന് വേണ്ടി ആ ഒരു കാശ് എന്ത് ചെയ്യുന്നില്ല, ചെലവാക്കപ്പെടുന്നില്ല, ഉപയോഗിക്കപ്പെടുന്നില്ല. അതിനാണ് നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പറയുന്നുണ്ട് സ്റ്റഡി ആൻഡ് കണ്ടിന്യൂസ് ഇൻക്രീസ് ഇൻ ഇന്ത്യസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് എല്ലാ വർഷവും കൃത്യമായിട്ട് കൂടുതലായിട്ട് ഗവൺമെന്റിന് ഇത്തരത്തിൽ എക്സ്പെൻഡിച്ചർ, കൂടുതൽ ചിലവ് വരുന്നതെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആൻഡ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഇൻക്രീസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ അല്ലെ? നമുക്കറിയാം നമ്മുടെ രാജ്യമാണ് ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. ഓരോ വർഷവും ജനസംഖ്യയിൽ വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർദ്ധിക്കുന്ന ജനസംഖ്യയുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ, ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ, ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഗവൺമെന്റിന് കൂടുതൽ ചിലവാക്കേണ്ടി വരും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് ഗവൺമെന്റ് കൂടുതൽ ചിലവാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കൂടി വരുന്നു. കൂടുതൽ ആവശ്യം, അതായത് ആവശ്യങ്ങൾ കൂടുന്നു എന്ന് വെച്ചാൽ ജനസംഖ്യ കൂടുന്നു, ജനങ്ങളുടെ ആവശ്യം കൂടുന്നു, അപ്പോൾ ഗവൺമെന്റിന്റെ ചിലവ് അവിടെ കൂടുന്നുണ്ട്. അപ്പോൾ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ആരോഗ്യം, ഷെൽട്ടർ, താമസ സൗകര്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരും. എല്ലാവർക്കും ഇത് സ്വന്തമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലെ? കയ്യിൽ വരുമാനം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇനിഷ്യേറ്റീവ്സ് എന്ത് ചെയ്യണം?
അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ. ഇത് കൂടാതെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫൻസ്, നമുക്കറിയാം പ്രതിരോധം, നമ്മുടെ രാജ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി പ്രതിരോധം, വെൽഫെയർ ക്ഷേമ പ്രവർത്തനങ്ങൾ, അർബനൈസേഷൻ അർബൻ പ്ലാനിങ്ങിനൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഗവൺമെന്റിന് ഈ ചെലവുകൾ ഓരോ വർഷവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ചിലവ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ട് ഈ പറയുന്ന ചെലവുകൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചെടുക്കുക എന്തുകൊണ്ടാണ് ഗവൺമെന്റിന് ഓരോ വർഷവും ചെലവ് വരുന്നത്. ഈ ഒരു ഗ്രാഫിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? 2010-11 നിന്ന് 2016-17 വന്നപ്പോൾ ഗവൺമെന്റിന്റെ ചെലവിൽ ഗണ്യമായിട്ടുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു ബജറ്റ്, ഈ വർഷം അവതരിപ്പിച്ച ബജറ്റ് എടുത്താലും കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ബജറ്റ് എടുത്താലും ഓരോ വർഷം എന്ത് ചെയ്യുന്നു? ഇൻക്രിമെന്റൽ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് നമ്മുടെ ബജറ്റിൽ എക്സ്പെൻഡിച്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഗവൺമെന്റ് ഈ ചെലവുകളൊക്കെ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? ഗവൺമെന്റിന് ഈ ചെലവുകൾ വരുമല്ലോ. ഇപ്പൊ ഗവൺമെന്റിന് 100 കോടിയാണ് ഈ വർഷത്തെ ചെലവെങ്കിൽ വെറുതെ 100 കോടി ചെലവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ചെലവുകൾ നമ്മൾ എങ്ങനെ മീറ്റ് ചെയ്യണം, എന്ത് യൂസ് ചെയ്തിട്ടാണ് ഈ ചെലവുകൾ നമ്മൾ മീറ്റ് ചെയ്യാനുള്ളത്, അതിന് ഗവൺമെന്റിനെ സഹായിക്കുന്നതാണ് പബ്ലിക് റവന്യൂ. പബ്ലിക് റവന്യൂ എന്ന് വെച്ചാൽ പൊതുവരുമാനം എന്ന് നമുക്ക് പറയാം. പൊതുവരുമാനം. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്തെന്ന് പറയാം? നമുക്ക് പൊതു ചിലവെന്ന് പറയാം അല്ലെ. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പൊതു ചിലവാണെങ്കിൽ ഇതെന്ന് പറയുന്ന പൊതുവരുമാനം. പൊതുവരുമാനം യൂസ് ചെയ്ത്, പൊതുവരുമാനമാണ് ഗവൺമെന്റിന്റെ വരുമാനം എന്ന് പറയുന്നത്. ഈ ഒരു വരുമാനം യൂസ് ചെയ്തിട്ടാണ് ഗവൺമെന്റ് ചെലവുകൾ മീറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. ഈ പൊതുവരുമാനത്തിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. അതായത് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് നികുതി വരുമാനം എന്നാണ് പറയുന്നത്. നികുതി വരുമാനം ഇതെന്ന് വെച്ചാൽ നികുതിയേതര വരുമാനം. നികുതിയേതര വരുമാനമാണ് എന്തെന്ന് പറയുന്നത്? നോൺ ടാക്സ് റവന്യൂ. അപ്പൊ നികുതിയിൽ നിന്നും ഗവൺമെന്റിന് വരുമാനം കിട്ടുന്നു, ടാക്സിൽ നിന്നും ഗവൺമെന്റിന് വരുമാനം കിട്ടുന്നു, ടാക്സ് അല്ലാത്ത മറ്റ് മാർഗങ്ങളിൽ നിന്നും ഗവൺമെന്റിന് വരുമാനം കിട്ടുന്നു. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വരുമാനങ്ങളിൽ ഒന്നാണ് നികുതി എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റിന് കയ്യിൽ കിട്ടുന്ന വരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? നികുതി എന്ന് പറയുന്നത്. നികുതിക്കകത്ത് തന്നെ പല ഘടകങ്ങളുണ്ട്. ഓക്കെ, നികുതി എന്ന് പറഞ്ഞപ്പോൾ ടാക്സിനെ പറ്റി നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ എന്താണ് ടാക്സ് എന്ന് പറയുന്നത്, എന്താണ് നികുതി എന്ന് പറയുന്നത്? നികുതി എന്ന് പറഞ്ഞ ഒരു കമ്പൽസറി പേയ്മെന്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ടാക്സ് ആർക്ക് കൊടുക്കുന്നതാണ്? ജനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ ഗവൺമെന്റിന് കൊടുക്കുന്നതാണ് നികുതി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മളെപ്പോലുള്ള വ്യക്തികൾ നികുതി കൊടുക്കുന്നു, കമ്പനികൾ, ബിസിനസ് സ്ഥാപനങ്ങൾ നികുതി കൊടുക്കുന്നു അല്ലെ. വ്യക്തികളോ സ്ഥാപനങ്ങളോ ഗവൺമെന്റിന് കൊടുക്കുന്ന പേയ്മെന്റിനെയാണ്, കൊടുക്കുന്ന ആ ഒരു അടവിനെയാണ് എന്തെന്ന് പറയുന്നത്? നികുതി എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ജനങ്ങളും സ്ഥാപനങ്ങളും ആർക്കാ കൊടുക്കുന്ന? ഗവൺമെന്റ്. അപ്പൊ അവിടെ ഗവൺമെന്റ് എന്ന് പറയുന്ന അധികാരികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് പറയുന്ന അധികാരമുള്ള ആൾക്കാർക്കാണ് നികുതി പിരിക്കാനുള്ള അവകാശമുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ നികുതി പിരിക്കുന്നത് ഗവൺമെന്റ് ആണ്. നിയമം വഴി മാത്രമേ ഇന്ത്യയിൽ നികുതി പിരിക്കാൻ പാടുള്ളൂ. ഒരു നിയമത്തിന്റെ പിൻബലമില്ലാതെ ഇന്ത്യയിൽ നികുതി പിരിക്കാൻ പാടില്ല. അപ്പൊ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ കേന്ദ്ര സർക്കാർ നികുതി പിരിക്കുന്നുണ്ട്, സംസ്ഥാന സർക്കാർ നികുതി പിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, തദ്ദേശ ഗവൺമെന്റുകൾ, തദ്ദേശ സർക്കാരുകൾ എന്ന് പറയുന്ന പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ, അവരും എന്ത് ചെയ്യുന്നുണ്ട്? നികുതി പിരിക്കുന്നുണ്ട്. അപ്പൊ ഈ സർക്കാരുകളാണ് ജനങ്ങളുടെ കയ്യിൽ നിന്നും സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്നും നികുതി പിരിക്കുന്നത്. ഈ ഒരു നികുതി എന്ന് പറയുന്നത് ഗവൺമെന്റിന് നമ്മൾ നിർബന്ധമായിട്ടും ഗവൺമെന്റിന് കൊടുക്കാനുള്ള പേയ്മെന്റ് ആണ് നികുതി എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളിപ്പം പറയാണ് എനിക്ക് വരുമാനമുണ്ട് ഞാൻ നികുതി കൊടുക്കത്തില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വരുമാനമുണ്ട്, നിങ്ങൾ നികുതി കൊടുക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നികുതി കൊടുത്തിരിക്കണം. അപ്പൊ ഒരു കമ്പൽസറി പേയ്മെന്റ് ആണ്. ആ ഒരു എമൗണ്ട് കിട്ടുമ്പോഴാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റിന്റെ പൊതു ചിലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്? ഈ ഒരു നികുതിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതാണ് നികുതിദായകർ ഒരിക്കലും ഒരിക്കലും മുടക്കരുത് നികുതി അടയ്ക്കുന്നത്. രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകാനുള്ളവരാണ് നികുതി അടയ്ക്കുന്നവരൊക്കെ എന്ന് പറയാറില്ലേ? അതെന്തുകൊണ്ടാണ്? കാരണം ഇതാണ് ഗവൺമെന്റിന്റെ പൊതുവരുമാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സാണ് നികുതി. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഗവൺമെന്റിന്റെ പൊതു ചിലവുകൾ മീറ്റ് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഈ നികുതി അടയ്ക്കുന്ന ആൾക്കാരെ നികുതിദായകർ, ടാക്സ് പേയേഴ്സ് എന്ന് പറയാറുണ്ട്. ഇനി നികുതികൾ തന്നെ 2 തരത്തിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നികുതികൾ 2 തരത്തിലുണ്ട്. അപ്പോൾ നികുതികൾ എന്ന് പറയുന്നത്, ടാക്സസ് എന്ന് പറയുന്ന 2 തരത്തിലുണ്ട്. ഒന്നെന്ന് വെച്ചാൽ എന്താണ്? ഒന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സസ്, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ടാക്സസ്. അപ്പൊ എന്തൊക്കെയാണ് ഡയറക്റ്റ് ടാക്സസും ഇൻഡയറക്റ്റ് ടാക്സസും? ഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതി, അതിന്റെ മലയാളം എന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതി. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സിന്റെ മലയാളം എന്ന് പറയുന്നത് പരോക്ഷ നികുതി. അപ്പൊ എന്താണ് പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും? പ്രത്യക്ഷ നികുതി അതുപോലെ തന്നെ
പരോക്ഷ നികുതി എന്നിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും. അപ്പോൾ ടാക്സസിനെ ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും എന്നിങ്ങനെ രണ്ടായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. ഇനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നികുതിനെ പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും പറയുന്നത്? ഡയറക്റ്റ് ടാക്സ് എന്നും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് എന്നും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? നമുക്കൊരു ഉദാഹരണം നോക്കാം, എങ്ങനെയാണ് നികുതിനെ പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും പറയുന്നത്. ഉദാഹരണം, എ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. എ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? പുള്ളിക്ക് ഒരു 20 ലക്ഷം വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക. ആ 20 ലക്ഷത്തിന് മേലിൽ പുള്ളി എന്ത് ചെയ്യണം? ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കണം, അല്ലേ? ഗവൺമെന്റിന് പുള്ളി ടാക്സ് അടയ്ക്കുന്നു ആണല്ലോ. പുള്ളി അപ്പം ഗവൺമെന്റിന് ടാക്സ് അടച്ചു. എ എന്ന് പറയുന്ന വ്യക്തി ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കുന്നു. ഇതൊക്കെയാണ്. ഇനി രണ്ടാമത്തെ ഒരു കേസിൽ ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ബി എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്, ഉൽപാദകനാണ്. ഓക്കെ, മൊബൈൽ ഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. അയാൾ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നു. ആ മൊബൈൽ ഫോണിന്റെ മേലെ ഗവൺമെന്റിന് അദ്ദേഹം എന്ത് കൊടുക്കണം? GST കൊടുക്കണം. അദ്ദേഹം മൊബൈൽ ഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം അദ്ദേഹം അത് എന്ത് ചെയ്യും? വിൽക്കും. ഓക്കെ, അപ്പൊ ബി എന്ന് പറയുന്ന ആൾ മൊബൈൽ ഫോൺ പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം മൊബൈൽ ഫോണിന് മേലുള്ള GST അദ്ദേഹം ഗവൺമെന്റിന് പേ ചെയ്തു. അതിനുശേഷം ഈ മൊബൈൽ ഫോൺ സി എന്ന് പറയുന്ന ഒരാൾക്ക് വിറ്റു. സി എന്ന് പറയുന്ന ഒരാൾക്ക് വിറ്റപ്പോൾ ആ മൊബൈൽ ഫോൺ സി വാങ്ങിച്ചതിന് ശേഷം ഈ ബി ഈ സിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണിന്റെ വിലയ്ക്കൊപ്പം GST എമൗണ്ടും കൂടെ കളക്ട് ചെയ്തു. രണ്ട് സിറ്റുവേഷൻ മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷൻ, എ എന്ന് പറയുന്ന ആൾക്ക് 20 ലക്ഷം വരുമാനമുണ്ട്. എ ആ വരുമാനത്തിന് മേലുള്ള നികുതി ഗവൺമെന്റിന് പേ ചെയ്തു. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന ആള് ഒരു ഉൽപ്പന്നം നിർമ്മിച്ചു. ആ ഉൽപ്പന്നത്തിന് GST ഉണ്ടാകുന്നുണ്ട്. ആ ഉൽപ്പന്നത്തിന് GST ഗവൺമെന്റിന് അടയ്ക്കണം. ബി GST ഓൾറെഡി ഗവൺമെന്റിന് അടച്ചു. അതിനുശേഷം ബി ആ ഒരു മൊബൈൽ ഫോൺ സിക്ക് വിറ്റു. സിയുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ ഫോണിന്റെ വിലയ്ക്കൊപ്പം GSTയും കൂടെ കളക്ട് ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷനിൽ എ ആണ് നികുതി അടയ്ക്കാൻ ബാധ്യസ്ഥൻ. കാരണം എയുടെ മേലാണ് നികുതി അടയ്ക്കാനുള്ള ബാധ്യത വന്ന് വീഴുന്നത്. കാരണം നിങ്ങൾക്കാണ് 20 ലക്ഷം, എക്കാണ് 20 ലക്ഷത്തിന്റെ വരുമാനം, നിങ്ങൾ നികുതി അടയ്ക്കണം. അതുകൊണ്ട് എ അവിടെ എന്ത് ചെയ്തു? നികുതി അടച്ചു. എ എന്ത് ചെയ്തു? ഗവൺമെന്റിന് നികുതി അടച്ചു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഇമ്പാക്ട് അതിന്റെ മലയാളത്തിൽ അങ്ങനെ തന്നെ പറയാം, ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ആർക്കാണോ ആദ്യത്തെ നികുതി അടയ്ക്കാനുള്ള ബാധ്യത വന്ന് വീഴുന്നത് അതാണ് ഇമ്പാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എക്കാണ് എന്തെന്ന് പറയുന്നത്? ഇമ്പാക്ട് എന്ന് പറയുന്നത്. നികുതി അടയ്ക്കാനുള്ള ബാധ്യത എയുടെ മേലിലാണ്. അതേസമയം രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഈ പറയുന്ന ബി അല്ലേ മൊബൈൽ ഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബി ആണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റിന് ആ ഒരു നികുതി അടയ്ക്കുന്നത്. അപ്പം ബിക്കാണ് ഇവിടെ നികുതി അടയ്ക്കാനുള്ള ബാധ്യത. അതായത് ഇമ്പാക്ട് ആരുടെ മേലിലാണ്? ബിയുടെ മേലിലാണ് ഇവിടെ ഇമ്പാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇമ്പാക്ട് എന്ന് വെച്ചാൽ എന്താണ്? നികുതി അടയ്ക്കാനുള്ള ആദ്യത്തെ ബാധ്യത ആരുടെ തലയിലാണോ വന്ന് വീഴുന്നത് അതിനെയാണ് ഇമ്പാക്ട്. ഇമ്പാക്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇമ്പാക്ട്. അതായത് ആരാണോ നികുതി ഗവൺമെന്റിന് അടയ്ക്കുന്നത്, ഗവൺമെന്റിലോട്ട് ആരാണോ നികുതി അടയ്ക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ തലയിലാണോ ബാധ്യത വന്ന് വീഴുന്നത്, അയാൾ അടയ്ക്കുമ്പോൾ അതിനെയാണ്, അയാൾക്ക് കിട്ടുന്നതിനാണ് നമ്മൾ ഇമ്പാക്ട് എന്ന് പറയുന്നത്, നികുതിയുടെ ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഇനി ഒന്നാമത്തെ സിറ്റുവേഷനിൽ എക്കാണ് ഇമ്പാക്ട്. എ നികുതി അടച്ചതിന് ശേഷം എക്ക് പറയാൻ പറ്റുമോ? ഞാൻ നികുതി അടച്ചു, ഞാൻ ഈ നികുതി അടച്ച എമൗണ്ട് ഞാൻ വേറൊരാളുടെ കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങ് മേടിക്കും എന്ന് എക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എക്കാണ് 20 ലക്ഷം വരുമാനം. എ തന്നെയാണ് നികുതി അടയ്ക്കാനുള്ളത്. ആ ബാധ്യത എ തന്നെ വഹിക്കണം. മനസ്സിലായല്ലോ? എ തന്നെ എന്ത് ചെയ്യണം? വഹിക്കണം. അപ്പൊ ഇവിടെ ഇൻസിഡൻസും എക്ക് തന്നെയാണ്. ഇൻസിഡൻസ് എന്ന് വെച്ചാൽ എന്താ? ഫൈനൽ ഇമ്പാക്ട്. യഥാർത്ഥ ബാധ്യത വഹിക്കാനുള്ളതും എ തന്നെയാണ്. എ തന്നെ പേയ്മെന്റ് അടയ്ക്കുന്നു. എക്ക് ആ പൈസ വേറെ ആരുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല. എയുടെ സ്വന്തം പൈസ തന്നെ എന്ത് ചെയ്യണം? കൊടുക്കണം. വേറെ ആരുടെ കയ്യിൽ നിന്നും ബാധ്യത ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഇമ്പാക്റ്റും ഇൻസിഡൻസും ഇൻസിഡൻസ് എന്ന് വെച്ചാൽ എന്താ? ഫൈനൽ ബേർഡൻ. ഇമ്പാക്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് ബേർഡൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എടുത്തേ. രണ്ടാമത്തതിൽ ബി ആണ് ഗവൺമെന്റിന് ടാക്സ് അടച്ചത്. പക്ഷെ ബി ആ ടാക്സിന്റെ എമൗണ്ട് സിയുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നില്ലേ? അപ്പൊ ഇവിടെ ഇൻസിഡൻസ് എന്ന് പറയുന്നത് ആർക്കാണ്? സിക്കാണ്. ഇൻസിഡൻസ് എന്ന് പറയുന്നത് സിക്കാണ്. കാരണം ഇവിടെ കാശ് പോകുന്നത് ആരുടെ കയ്യിൽ നിന്നാണ്? സിയുടെ കയ്യിൽ നിന്നാണ് അല്ലേ ഇൻസിഡൻസ്. കാരണം സി ആണ് അവിടെ സാധനം മേടിക്കുമ്പോൾ GST എമൗണ്ടും കൂടെ കൊടുക്കുന്നു. അപ്പൊ സി ബിക്ക് കാശ് കൊടുക്കുന്നു. ആദ്യം ബി ഗവൺമെന്റിന് അടച്ചു അല്ലെ? ബി ഗവൺമെന്റിന് അടച്ചു. അപ്പോൾ ഇമ്പാക്ട് എന്ന് പറയുന്ന ബിക്കാണ്. ബി എന്നിട്ട് ഈ കാശ് സിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പൊ ഇൻസിഡൻസ് എന്ന് പറയുന്ന സിക്കാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് രണ്ട് തരത്തിലുള്ള ടാക്സ്. ഡയറക്റ്റ് ടാക്സിൽ
ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരാൾ തന്നെയാണ്. പ്രത്യക്ഷ നികുതിയിൽ എനിക്ക് വരുമാനം ഉള്ളത് കൊണ്ട് ഞാൻ ഗവൺമെന്റിന് നികുതി കൊടുക്കുന്നു, അപ്പൊ ഇമ്പാക്റ്റ് എനിക്കാണ്. ആ പൈസ എനിക്കാണ് കിട്ടിയത്, ആ പൈസ ഞാനാണ് അനുഭവിച്ചത്. അതുകൊണ്ട് എൻ്റെ ബാധ്യത വേറൊരാളിലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇൻസിഡൻസും ഫൈനൽ ബർഡനും എൻ്റെ തലയിൽ തന്നെയാണ്. യഥാർത്ഥ ബാധ്യത എൻ്റെ തലയിൽ തന്നെയാണ്, അടയ്ക്കാനുള്ള ആദ്യ ബാധ്യത എൻ്റെ തലയിൽ തന്നെയാണ്. ഇപ്പൊ ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരാളിൽ, അതിനെയാണ് പ്രത്യക്ഷ നികുതി. അതേസമയം പരോക്ഷ നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഞാൻ ഒരാൾക്ക് വേണ്ടി മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നു, ബി ചെയ്യുന്ന എന്താണ്, ഇവിടെ ഒരാൾക്ക് വേണ്ടി മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നു, അതിന്റെ GST ഞാൻ ഗവൺമെന്റിന് അടച്ചു. അതിനുശേഷം ഈ മൊബൈൽ ഫോൺ ഞാൻ ആർക്കാണോ വേണ്ടത് അയാൾക്ക് ഞാൻ വിൽക്കുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ അടച്ച GST എമൗണ്ടും കൂടെ വാങ്ങിക്കുന്നു. അതായത് ഞാൻ ഗവൺമെന്റിന് അടയ്ക്കുന്നു, അതായത് ഇമ്പാക്ട് എനിക്ക് തന്നെയാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, അതിന്റെ പൈസ വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങും. അതായത് എന്റെ ബാധ്യത ഞാൻ വേറൊരാളിലോട്ട് മാറ്റും, എന്റെ ബാധ്യത ഞാൻ വേറൊരാളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അതാണ് ഇൻസിഡൻസ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇമ്പാക്ട് ഒരാളിലും ഇൻസിഡൻസ് വേറൊരാളിലും, അതാണ് ഇൻഡയറക്ട് ടാക്സ്. നിങ്ങൾ നോക്കിയേ, കാരണം ഇവിടെ സി പരോക്ഷമായി ഗവൺമെന്റ് നികുതി കൊടുക്കുകയല്ലേ, പ്രത്യക്ഷത്തിൽ ബിക്കാണ് കൊടുക്കുന്നെങ്കിലും പരോക്ഷമായിട്ട് ആ കാശ് ഗവൺമെന്റിലോട്ട് പോവുകയാണല്ലോ ചെയ്യുന്നത്. അതാണ് പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതി. അപ്പൊ പ്രത്യക്ഷ നികുതി ഇൻസിഡൻസും ഇമ്പാക്റ്റും ഒരാളിൽ, അവിടെ ബാധ്യത നമുക്ക് മറ്റൊരാളിലോട്ട് മാറ്റാൻ പറ്റില്ല. അതേസമയം പരോക്ഷ നികുതി ആണെങ്കിലോ, പരോക്ഷ നികുതി പ്രത്യക്ഷ നികുതി രണ്ടും ഒരാളിലാണെങ്കിൽ, പരോക്ഷ നികുതി ഇമ്പാക്ട് ഒരാളിലും ഇൻസിഡൻസ് വേറൊരാളിലും, അതായത് ബാധ്യത ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, പരോക്ഷ നികുതി, ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കി, രണ്ട് തരത്തിലുള്ള നികുതിയുണ്ട്, ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. നമ്മളിവിടെ പറഞ്ഞു, പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് നടത്തുന്നതാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി വേറൊരു കാര്യം കൂടെ നമുക്ക് നോക്കാനുണ്ട്. ഇന്ത്യയിൽ പ്രത്യക്ഷ നികുതിയെ, ഡയറക്ട് ടാക്സിനെ നിയന്ത്രിക്കുന്ന ബോർഡ് ഏതാണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്, CBDT ആണ് ഇന്ത്യയിൽ പ്രത്യക്ഷ നികുതികളെ നിയന്ത്രിക്കുന്ന ബോർഡ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. അതേസമയം പരോക്ഷ നികുതികളെ നിയന്ത്രിക്കുന്ന ബോർഡ് ഏതാണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, CBIC. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആണ് പരോക്ഷ നികുതികളെ നിയന്ത്രിക്കുന്ന ബോർഡ്. പ്രത്യക്ഷ നികുതികളെ നിയന്ത്രിക്കുന്ന ബോർഡ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. അതൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇനി ഇന്ത്യയിൽ നമുക്ക് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികൾ, ഒന്ന് ലാൻഡ് ടാക്സ്, ഭൂനികുതി. നിങ്ങൾക്ക് അറിയാമല്ലോ, ഭൂനികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഭൂമിക്ക് മേൽ കരം അടയ്ക്കാറുണ്ടല്ലേ, വസ്തുക്കരം നമ്മൾ പറയാറുണ്ട്, ഭൂമിയുടെ മേലുള്ള കരം. അപ്പൊ ഭൂനികുതി നമ്മൾ അടയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ പേരിലാണ് വസ്തു ഉള്ളതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ പേരിൽ ഭൂനികുതി ഞാൻ ഗവൺമെന്റിന് അടയ്ക്കണം. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് നമ്മൾ ഭൂനികുതി അടയ്ക്കുന്നില്ലേ. കാരണം നമ്മൾ എവിടെ കൊണ്ട് അടയ്ക്കുന്നത്, വില്ലേജ് ഓഫീസിൽ കൊണ്ടല്ലേ നികുതി അടയ്ക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് എന്ത് കൊടുക്കുന്നത്, നമ്മൾ പ്രത്യക്ഷ നികുതി കൊടുക്കുന്നത്. അപ്പൊ പ്രത്യക്ഷ നികുതിയായിട്ടുള്ള ഭൂനികുതി, പ്രത്യക്ഷ നികുതി എല്ലാമല്ല, ഭൂനികുതി എന്ന് പറയുന്ന പ്രത്യക്ഷ നികുതി. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്, ഭൂനികുതി അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് കേരളത്തിൽ നമ്മൾ അടയ്ക്കുന്നത് പഞ്ചായത്തുകൾക്കാണോ, അല്ലെങ്കിൽ കേരള സംസ്ഥാന സർക്കാരിനാണോ, കേന്ദ്ര സർക്കാരിനാണോ, ആർക്കാണ്? കേരള സംസ്ഥാന സർക്കാരിന് നമ്മൾ കൊടുക്കുന്ന ഒരു നികുതിയാണ് ഭൂനികുതി എന്ന് പറയുന്നത്. ഭൂമിക്ക് മേലുള്ള ഭൂനികുതി അല്ലെങ്കിൽ വസ്തുക്കരവും നമ്മൾ പറയാറില്ല, അത് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. നമ്മൾ വില്ലേജ് ഓഫീസിൽ കൊണ്ടാണ് അടയ്ക്കുന്നത്. അതേസമയം നിങ്ങൾക്കറിയാം പ്രോപ്പർട്ടി ടാക്സ് ഉണ്ട്. പ്രോപ്പർട്ടി ടാക്സ് എന്ന് വെച്ചാൽ വീട്ടുകരവും നമ്മൾ പറയാറുണ്ട് അല്ലെ, നമ്മുടെ വീടിന് മേലുള്ള നമ്മുടെ ബിൽഡിംഗ് ടാക്സ് നമ്മൾ പറയും പ്രോപ്പർട്ടി ടാക്സ്. അത് നിങ്ങൾ ആർക്കാണ് അടയ്ക്കുന്നത്? അത് അടയ്ക്കുന്നത് പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണ്. പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി. അപ്പൊ കേരളത്തിൽ പ്രോപ്പർട്ടി ടാക്സ് കളക്ട് ചെയ്യാനുള്ള, വീടിന് മേലുള്ള നികുതി കളക്ട് ചെയ്യാനുള്ള അധികാരം പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാണ്. അതേസമയം വസ്തുവിന്റെ നികുതി കളക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡയറക്ട് ടാക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടാക്സ് പേയർ തന്നെയാണ് ബേർഡൻ, അതിന്റെ യഥാർത്ഥ ബാധ്യത വഹിക്കുന്ന ആര് തന്നെയാണ്, നികുതിദായകർ തന്നെയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഒന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡയറക്ട് ടാക്സസ്, പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികൾ ഏതൊക്കെയാണ്? ഒന്ന് പേഴ്സണൽ ഇൻകം ടാക്സ്, വ്യക്തിഗത ആദായ നികുതി നമ്മൾ പറയാറുണ്ടല്ലോ, ആദായ നികുതി. ആദായ നികുതിയാണ് നമ്മുടെ എല്ലാ വർഷത്തെയും വരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കൊടുക്കുന്ന നികുതിയാണ് ആദായ നികുതി. ഇന്ത്യയിൽ ആദായ നികുതിയെ നിയന്ത്രിക്കുന്ന നിയമം 1961 IT ആക്ട്, ഇൻകം ടാക്സ് ആക്ട്, ആദായ നികുതി നിയമം 1961 ആദായ നികുതി നിയമത്തിനനുസരിച്ചാണ് ഇന്ത്യയിൽ ആദായ നികുതി കൊടുക്കുകയും അതായത് അതിനെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന നിയമം ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. അതുപോലെ തന്നെ കമ്പനികൾ ഉണ്ടല്ലോ, കമ്പനികൾ അവരുടെ ലാഭവിഹിതത്തിന് മേൽ ഗവൺമെന്റിന് കൊടുക്കുന്ന നികുതിയാണ് കോർപ്പറേറ്റ് നികുതി.
കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ടാക്സ് എന്ന് വെച്ചാൽ കമ്പനികൾക്ക് എത്ര ലാഭമുണ്ടോ ആ ലാഭത്തിന്റെ ഒരു വിഹിതം കമ്പനി എന്ത് ചെയ്യണം, ഈ പറയുന്ന നികുതിയായിട്ട് ഗവൺമെന്റിന് പേ ചെയ്യണം. അതിനെയാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതിനെയും നിയന്ത്രിക്കുന്നത് 1961 ഇൻകം ടാക്സ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ടാക്സുകളെ നിയന്ത്രിക്കുന്നത്. ഇനി അടുത്ത് ഇൻഡയറക്ട് ടാക്സുകൾ. ഇൻഡയറക്ട് ടാക്സുകളിൽ പ്രധാനപ്പെട്ടതാണ്, നമുക്കറിയാം ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് പരോക്ഷ നികുതി. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരാൾ ബാധ്യത വഹിക്കുന്നുണ്ട്, അയാളുടെ ബാധ്യത മറ്റൊരാളിലോട്ട് മാറ്റുന്നുണ്ട്, അതാണ് എന്താന്ന് പറയുന്നത് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം ടാക്സ് ബേർഡൻ can be shifted from the person on whom it is imposed to another person. ആരുടെ മേലിലാണോ ആ ഒരു ഇമ്പാക്റ്റ് വന്ന് വീഴുന്നത് അയാളുടെ കയ്യിൽ നിന്ന്, അയാളുടെ തലയിൽ നിന്ന് മറ്റൊരാളുടെ തലയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നു, ബാധ്യത മാറ്റാൻ പറ്റുന്ന നികുതിയാണ് ഇൻഡയറക്ട് ടാക്സ്, പരോക്ഷ നികുതി എന്ന് പറയുന്നത്. നമ്മളിവിടെ സെയിൽ ടാക്സിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ആദ്യം ട്രേഡറുടെ മേൽ, GSTയുടെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞില്ലേ, പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ട്രേഡറുടെ മേലാണ് ആദ്യത്തെ ബാധ്യത വന്ന് വീഴുക. അയാൾ എന്ത് ചെയ്യും, നേരെ അത് കസ്റ്റമറിലോട്ട് മാറ്റുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു GST അല്ലെങ്കിൽ ഈ ഒരു ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ സാധനം MRP അല്ലെ, സാധനത്തിന്റെ വിലയാണ് MRP, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. അതിനകത്ത് എന്ത് വരും, ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് എന്ന് നിങ്ങൾ കണ്ടിട്ടില്ല. അതായത് എല്ലാ നികുതിയും കൂടെ ഉൾപ്പെട്ട വില, അതായത് നമ്മൾ കൊടുക്കുന്ന സാധനം അല്ലാതെ സെപ്പറേറ്റ്, സാധനത്തിന്റെ വില അല്ലാതെ സെപ്പറേറ്റ് അല്ല നികുതി കളക്ട് ചെയ്യുന്നല്ലേ. നമ്മൾ ആദ്യം ഇപ്പൊ എന്ത് ചെയ്തു, എന്തെങ്കിലും ഒരു സാധനം കടയിൽ നിന്ന് മേടിക്കുന്നു, ഇപ്പോൾ 10 രൂപയ്ക്കുള്ള ഫ്രൂട്ടി മേടിച്ചു കഴിഞ്ഞാൽ ആ ഫ്രൂട്ടിയുടെ വില 10 രൂപ പ്ലസ് നമ്മൾ 5 രൂപ നികുതിയായിട്ട് കൊടുക്കുന്നതല്ല. ആ ഒരു 10 രൂപയ്ക്കകത്ത് ആ 10 രൂപ എന്ന് പറയുന്ന ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്, എല്ലാ നികുതിയും കൂടെ ഉൾപ്പെടുത്തിയാണ് ആ വില തരുന്നത്. അപ്പൊ ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്ന എല്ലാ സാധനത്തിന്റെ വിലയ്ക്കകത്താണ് എന്ത് വരുന്നത്, ആ ഒരു ഇൻഡയറക്ട് ടാക്സ് വരുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ അതാണ് നമ്മൾ ഒളിച്ചു കടത്തുന്ന പോലെ, എന്താണ് നമ്മൾ നികുതിയും കൂടെ അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ വിലയ്ക്കൊപ്പം തന്നെ നികുതിയും കൂടെ വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. നമ്മൾ ഇന്ത്യയിൽ പലതരത്തിലുള്ള പരോക്ഷ നികുതികൾ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ പലതരത്തിലുള്ള ഇൻഡയറക്ട് ടാക്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഇൻഡയറക്ട് ടാക്സുകൾക്ക് ഉദാഹരണമാണ് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. ഇതെല്ലാം തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള നികുതികളാണ്. അപ്പൊ എന്തൊക്കെ വരുന്നുണ്ട്, എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, അതുപോലെ തന്നെ സെയിൽ ടാക്സ്, സെയിൽ ടാക്സിന്റെ മറ്റൊരു പേരാണ് വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്, ദെൻ കസ്റ്റംസ് ഡ്യൂട്ടി, ദെൻ സർവീസസ് ടാക്സ്. ഇതെല്ലാം തന്നെ ഇന്ത്യയിലുണ്ട്. അപ്പൊ എക്സൈസ് തീരുവ, സെയിൽസ് വിൽപ്പന നികുതി, അതിനെ മൂല്യവർദ്ധന നികുതി എന്നും അറിയപ്പെടുന്നുണ്ട്. ദെൻ കസ്റ്റംസ് ഡ്യൂട്ടി, കസ്റ്റംസ് തീരുവ, ദെൻ സർവീസസ് ടാക്സ്, സേവന നികുതി. ഇതെല്ലാം തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇൻഡയറക്ട് ടാക്സസ് ആണ്, പരോക്ഷ നികുതികളാണ്. ഇതില് എക്സൈസ് ഡ്യൂട്ടിയും സെയിൽ ടാക്സും സർവീസ് ടാക്സും ഇന്ന് GSTയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടി നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ എക്സൈസ് ഡ്യൂട്ടി, സെയിൽ ടാക്സ്, സെയിൽസ് ടാക്സ്, അതുപോലെ തന്നെ സർവീസസ് ടാക്സ് ഇന്ന് എന്താണ്, GSTയുടെ ഭാഗമാണ്. കസ്റ്റംസ് ഡ്യൂട്ടി ഇപ്പോഴും സെപ്പറേറ്റ് ഡ്യൂട്ടി ആയിട്ടാണ് തുടരുന്നത്. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടി, സെയിൽ ടാക്സ്, സർവീസസ് ടാക്സ് ഇതെല്ലാം തന്നെ ഇന്ന് എന്താണ്, GSTയുടെ ഭാഗമാണ്. അതേസമയം കസ്റ്റംസ് ഡ്യൂട്ടി ഇന്നും കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് തന്നെ തുടരുന്നു. അപ്പൊ എന്താണ് എക്സൈസ് ഡ്യൂട്ടി? എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത്, ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന് കൊടുക്കാവുന്ന ഡ്യൂട്ടിയാണ് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ, എക്സൈസ് തീരുവ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യണം. എന്തിനാണ്, ഇന്ത്യയിൽ തന്നെ വിൽക്കാൻ വേണ്ടി ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാണ്, ഇന്ത്യയിൽ തന്നെ വിൽക്കാൻ വേണ്ടി ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നു, മാനുഫാക്ചറിങ് ഉൽപാദനം നടത്തുന്നു. അപ്പൊ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനം അത് ഇന്ത്യയിൽ തന്നെ വിൽക്കാൻ പോകുന്നെങ്കിൽ ആ സാധനത്തിന് മേൽ ചുമത്തുന്ന ഡ്യൂട്ടിയാണ് എക്സൈസ് ഡ്യൂട്ടി. അപ്പൊ മാനുഫാക്ചറിങ്, ഒരു ഉൽപാദനം ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ചുമത്തുന്ന ഡ്യൂട്ടിയാണ് എക്സൈസ് ഡ്യൂട്ടി. ആരാണ് ചുമത്തുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ആണ് എക്സൈസ് ഡ്യൂട്ടി ചുമത്തുന്നത്, കേന്ദ്ര സർക്കാരാണ് ചുമത്തുന്നത്. അതേസമയം മദ്യത്തിന്, ആൽക്കഹോൾ, നമ്മൾ മദ്യപിക്കാനുള്ള, കുടിക്കാനുള്ള മദ്യത്തിന് എക്സൈസ് ഡ്യൂട്ടി ചുമത്തുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. മദ്യത്തിനുള്ള എക്സൈസ് ഡ്യൂട്ടി ആണെങ്കിൽ സെപ്പറേറ്റ് ക്വസ്റ്റ്യനിൽ എടുത്ത് പറയും, മദ്യത്തിനുള്ള ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ, അതിനുള്ള എക്സൈസ്. അതിപ്പോ മരുന്നൊക്കെ ഉണ്ടാക്കാൻ മദ്യം ഉപയോഗിക്കാറുണ്ട് അല്ലെ, ആൽക്കഹോൾ, അതിനും കേന്ദ്ര സർക്കാർ തന്നെയാണ്. പക്ഷെ മദ്യപിക്കാനുള്ള, ഹ്യൂമൻ കൺസംഷന് വേണ്ടിയുള്ള മദ്യത്തിന് സംസ്ഥാന സർക്കാരാണ്. പക്ഷെ ബാക്കി എല്ലാ സാധനങ്ങൾക്കും എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. അതിനെല്ലാം തന്നെ എക്സൈസ് ഡ്യൂട്ടി ചുമത്തുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇനി സെയിൽ ടാക്സ്, സെയിൽ ടാക്സ് എന്ന് വെച്ചാൽ വിൽപ്പന നികുതി, അതിന്റെ പുതിയ പേരാണ് വാറ്റ് എന്ന് പറയുന്നത്, വാല്യൂ ആഡഡ് ടാക്സ്. അത് കളക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഏത് സ്റ്റേറ്റിലാണോ വിൽക്കുന്നത് അതത് സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ് എന്ത് കളക്ട് ചെയ്യുന്നത്, സെയിൽ ടാക്സ്, വിൽപ്പന നികുതി, അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ് എന്ന് പറയുന്നത് കളക്ട് ചെയ്യുന്ന സംസ്ഥാന സർക്കാരാണ്. അതുപോലെ തന്നെ
സർവീസസ് ടാക്സ് സേവന നികുതി, സേവനങ്ങൾക്ക് ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സേവനങ്ങൾക്കെല്ലാം തന്നെ സേവന നികുതി ഉണ്ട്. അത് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നു, സ്റ്റേറ്റ് ഗവൺമെന്റിനും അതിന്റെ വിഹിതം കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ 3 എണ്ണമാണ് ഉണ്ടായിരുന്നത്. എക്സൈസ് ഡ്യൂട്ടി, എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ കളക്ട് ചെയ്യുന്നു. ഉൽപ്പന്നം നിർമ്മിക്കുന്ന സമയത്താണ് എക്സൈസ് ഡ്യൂട്ടി കളക്ട് ചെയ്യുക. ആൽക്കഹോളിന് മാത്രം സ്റ്റേറ്റ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നു. സെയിൽ ടാക്സ്, വിൽപ്പന നികുതി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കളക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സർവീസസ് ടാക്സ് കേന്ദ്ര സർക്കാർ കളക്ട് ചെയ്യുന്നു, സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കുന്നു. ഇപ്പൊ എക്സൈസ് ഡ്യൂട്ടി, സെയിൽ ടാക്സ്, സർവീസസ് ടാക്സ് ഇത് മൂന്നും ഇന്ന് ഇന്ത്യയിൽ ഒരുമിച്ച് ചേർന്ന് GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്ന ഒരു പുതിയ നികുതിയായിട്ട് മാറിയിട്ടുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ചരക്ക് സേവന നികുതി. അതായത് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എക്സൈസും സെയിൽസും അതിൽ വരും. സർവീസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടാക്സ്, ഇത് രണ്ടും കൂടെ ചേർന്നാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്ന പുതിയൊരു നികുതി ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു GSTനെ പറ്റി നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം GSTനെ പറ്റി പലതവണ ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റംസ് ഡ്യൂട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞു കസ്റ്റംസ് ഡ്യൂട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ. കസ്റ്റംസ് ഡ്യൂട്ടി ഇന്ന് ഇന്ത്യയിൽ കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് തന്നെ തുടരുന്നു. അത് GSTയുടെ ഭാഗമല്ല. കസ്റ്റംസ് ഡ്യൂട്ടി ഇന്നും ഇന്ത്യയിൽ കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് തന്നെയാണ് തുടരുന്നത്, GSTയുടെ ഭാഗമായിട്ടില്ല. അപ്പൊ എന്താണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് കസ്റ്റംസ് ഡ്യൂട്ടി? അതായത് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോഴും കയറ്റുമതി ചെയ്യുമ്പോഴും കൊടുക്കാനുള്ള ഡ്യൂട്ടിയാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ സാധനങ്ങൾ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോർട്ടിനും അതുപോലെ തന്നെ എക്സ്പോർട്ടിനും വേണ്ടി നമ്മൾ പേ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് കസ്റ്റംസ് ഡ്യൂട്ടി. ഇമ്പോർട്ട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ ഡ്യൂട്ടി കൊടുക്കണം. അറിയാലോ, വിദേശത്തു നിന്നൊക്കെ കാറും ബൈക്കും അതുപോലുള്ള സാധനങ്ങൾക്ക് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ ഡ്യൂട്ടി കൊടുക്കണ്ടേ? അതിനാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി, ഇറക്കുമതി തീരുവ. അതിനാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്നത്. എക്സ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് സാധനങ്ങൾ മറ്റ് രാജ്യങ്ങളിലോട്ട് കയറ്റുമതി ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഡ്യൂട്ടിയാണ് എക്സ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് കയറ്റുമതി തീരുവ. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഇത് രണ്ടും കസ്റ്റംസ് ഡ്യൂട്ടി എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇന്ത്യയിൽ എക്സ്പോർട്ടിന് ഇപ്പോൾ ഡ്യൂട്ടി 0% ആണ്. കാരണം എക്സ്പോർട്ടിന് 0%, കയറ്റുമതിക്ക് 0% ആണ് ഇന്ത്യ ചാർജ് ചെയ്യുന്ന ഡ്യൂട്ടി. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. പക്ഷെ കസ്റ്റംസ് ഇന്നും കസ്റ്റംസ് ആയിട്ട് തന്നെ തുടരുന്നു, GSTയുടെ ഭാഗമല്ല. അതേസമയം എക്സൈസ് ഡ്യൂട്ടിയും സെയിൽ ടാക്സും സർവീസ് ടാക്സും ഇന്ന് GSTയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത പോർഷൻ എന്ന് പറയുന്ന മെയിൻ ആയിട്ട് GST എന്ന് പറയുന്ന പോർഷനാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത ഇത് അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. നമ്മൾ 2 ഭാഗങ്ങളായിട്ടായിരിക്കും നോക്കുന്നത്. നമ്മൾ അടുത്ത ഭാഗത്തിലായിരിക്കും GSTനെ പറ്റിയും അതുപോലെ തന്നെ മറ്റുള്ള ഫിസ്ക്കൽ പോളിസി തുടങ്ങിയ കാര്യങ്ങളെ പറ്റി നെക്സ്റ്റ് പാർട്ട് ഒരു വീഡിയോയിലായിരിക്കും നോക്കുക. കാരണം ഈ ഒരു ഒറ്റ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വലിയ ലെങ്ത് ഉള്ള വീഡിയോ ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് കാണുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ചെറിയ 2 വീഡിയോസ് ആയിട്ട് 2-3 വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്റർ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി പോർഷൻസ് നമുക്ക് വരുന്ന വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.